മുൻപിലിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങൾ BCF-ലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ പലരും ഈ നവമാധ്യമങ്ങളിലൂടെയുള്ള ബന്ധങ്ങളല്ലാതെ മറ്റൊരു ബന്ധം അപൂർവമായി കുറേക്കാണ് BCF-യുടെ ഉണ്ടാവുക. എന്നാൽ ഇത്തരത്തിലുള്ള സംഗമമൊക്കെ സംഗമം ചേരുക എന്നത് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം സ്വാഗത ഭാഷണത്തിൽ ബഹുമാനപ്പെട്ട ജില്ലാ സെക്രട്ടറിയോട് സൂചിപ്പിച്ചു ഇത്തരത്തിൽ അനുമോദനം ആവശ്യമുണ്ടെന്നുള്ള ചർച്ച ഉയർന്നു നമുക്കിടയിൽ നിന്ന് നേതൃത്വത്തിൽ. അങ്ങനെ ചർച്ച ഉയർന്നത് അത്ര സുഖകരമാണോ എന്ന് പരമായി ചിന്തിക്കണം. കാരണം അഭിനന്ദനം ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യൻ ഉണ്ടാവും. അഭിനന്ദിക്കുക എന്നത് ഏതൊരാളുടെയും പ്രവർത്തനങ്ങൾക്ക് ആവേശപ്പെടുന്ന കാര്യമാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലെ സഹധർമ്മിണിയെ പോലും സഹധർമ്മിണി ഉണ്ടാക്കി തന്ന ചമ്മന്തിക്ക് ഒരു കറിക്ക് ഒരു അഭിനന്ദനം പറഞ്ഞാൽ പിറ്റേ നേരത്തെ കാര്യം കിട്ടും എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ പ്രവർത്തനത്തിന് മികവ് കാണിക്കുന്നവരെ അംഗീകരിക്കുക എന്നതാണ് നമ്മൾ ഈ അംഗീകാരങ്ങൾ ഉദ്ദേശിക്കുന്നത്. അത്തരം അംഗീകാരങ്ങൾ നൽകുന്നത് അവരുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജ്ജസ്വലമാകുന്നതിന് കാരണമായിട്ട്. അതുകൊണ്ട് അത്ര നിരുത്സാഹപ്പെടുത്തേണ്ടതല്ല ഇത്തരം കാര്യങ്ങൾ എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഞാനിവിടെ ഓർമ്മപ്പെടുത്തിയതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നേരത്തെ അധ്യക്ഷ ഭാഷണത്തിന് സാഹിബ് സൂചിപ്പിച്ചതുപോലെ പ്രയാസങ്ങളുടെ പ്രവാസിയായ പ്രയാസങ്ങൾക്കിടയിലും പ്രയാസപ്പെടുന്നവരുടെ പ്രയാസം കണ്ട് അതിനുവേണ്ടി കൂടെ നിന്ന് വളരെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നവരാണ് ഓരോരുത്തരും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ശശിയേട്ടൻ സംസ്ഥാനത്തിന്റെ ഇടയിൽ പറയാതെ പോയൊരു കാര്യം അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി എന്ന നമ്മുടെ പ്രസ്ഥാനവും പീപ്പിൾസ് കൾച്ചറൽ ഫോറം എന്ന അതിന്റെ ചിന്തയും അതിൽ ISF എന്ന് പറഞ്ഞാൽ മറ്റൊരു ചിന്തയും വിമൻസ് ഇന്ത്യ മൂവ്മെന്റ് എന്ന് പറയുന്ന മറ്റൊരു ചിന്തയും ഇതൊന്നും വന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വിശിഷ്ട നമ്മുടെ കേരളം, നമ്മുടെ സംസ്ഥാനത്തുള്ള ഈ അംബരചുംബികളായ ബിൽഡിങ്ങുകൾ, അതോടൊപ്പം തന്നെ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലുള്ള വിവിധ സ്ഥാപനങ്ങൾ, ധാർമ്മികമായും ഭൗതികമായും വിദ്യാഭ്യാസം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ, ഇതൊക്കെ ഉയർന്നു വന്നത് രാജ്യത്തെ പ്രവാസികളുടെ വിയർപ്പ് കൊണ്ട് മാത്രമാണ്. ആ പ്രവാസികളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യപ്പെടുമ്പോ MA യൂസഫ് അലിയെ കുറിച്ചോ അതല്ലെങ്കിൽ ഗൾഫാർ മുഹമ്മദ് അലിയെ കുറിച്ചോ അതല്ലെങ്കിൽ മലബാറിന്റെ മുതലാളിയെ കുറിച്ചോ ഇവര് മാത്രമല്ല പ്രവാസികൾ. ഞാനും 93-ൽ പ്രവാസിയായിരുന്നു. പിന്നീട് ആദ്യം സൗദി അറേബ്യയിലും പിന്നീട് ഖത്തറിലും ഖത്തർ BCF-ന്റെ ഉന്നതാധികാര സമിതിയിൽ ഞാൻ ഉണ്ടായിരുന്നു. ഒമാൻ BCF-ന്റെ ഉന്നതാധികാര സമിതിയിൽ ഉണ്ടായിരുന്നു. ഇവിടെയൊക്കെ ഞാനും പ്രവാസിയായിരുന്നിട്ടാണ്. ആയിരക്കണക്കിന് ആളുകൾ ഒന്നിച്ച് താമസിക്കുന്ന ലേബർ ക്യാമ്പുകളുള്ള അവിടെയൊക്കെ ജോലി ചെയ്യുന്ന പ്രവാസികൾ പോലും ഈ രാജ്യത്തിന്റെ സമ്പദ്ഘടനയിൽ വലിയ പങ്കുവഹിക്കുന്ന ആളുകളാണ്. എന്നാൽ അത്തരം ആളുകൾ ഈ രാജ്യത്തേക്ക് സമ്പത്ത് പാർട്ടിയിൽ PDP-യിൽ നേരത്തെ പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നീടാണ് നിങ്ങൾ പ്രവാസ ലോകത്തേക്ക് പോയത്. വളരെ അപൂർവ ആളുകൾ മാത്രമായിരിക്കും അവിടെ നിന്ന് BCF-ആയി വന്നിട്ടുണ്ടാവുക. നമ്മുടെ ഈ പ്രസ്ഥാനത്തിന്റെ അവസ്ഥ എന്താണ് എന്ന് നിങ്ങൾ ഒന്ന് ഗൗരവതരമായി ആലോചിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ അതൊന്ന് ആലോചിക്കാൻ നിങ്ങൾ തയ്യാറാവും. എങ്ങനെയാണ് കേരളത്തിന്റെ മണ്ണിൽ PDP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം നിലനിൽക്കുന്നത്? യാതൊരു അധികാരത്തിന്റെ പിൻബലവും നമുക്കില്ല. ഇതിലുള്ളത് മുഴുവൻ സാധാരണക്കാരായ ആളുകളാണ്. ഇതിന്റെ നേതൃസ്ഥാനങ്ങളിലുള്ളത് സാധാരണക്കാരായ ആളുകളാണ്. എങ്ങനെയാണ് ഈ പ്രസ്ഥാനം നിലനിൽക്കുന്നത്? ഒരുപക്ഷെ നേരത്തെ ഞാൻ പലരും ഈ വീഡിയോ ഒന്ന് ഓഫാക്കിയ ബാക്കി കാര്യം പറയും. ഈ വിഷയത്തിലാണെങ്കിലും എന്തൊക്കെ അറിയിക്കുക എല്ലാന്നുണ്ടെങ്കിൽ തിരിച്ചു പോയി മണ്ഡല കമ്മിറ്റിയുമായി സംസാരിച്ചിട്ട് നിങ്ങളെ കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ സഹകരിക്കുക, സഹായിക്കുക. ജില്ലാ സെക്രട്ടറി അറിയിക്കും. അതെ, ജില്ലാ സെക്രട്ടറി എന്തായാലും ഈ പരിപാടി നമ്മുടെ അധ്യക്ഷന്റെ അനുമതിയോട് കൂടിയിട്ട് പിരിച്ചുവിട്ടതായി അറിയിക്കുന്നു. BCF-ന്റെ മലപ്പുറം പ്രവർത്തക സംഗമത്തിന്റെ അധ്യക്ഷൻ, പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പലധ്വനി അല്ലെങ്കിൽ നമ്മുടെ യുവത്വക്കി എന്നൊക്കെ പറയുന്ന പോലെ യുവധ്വനി എന്ന് തന്നെ പറയാം. നമ്മുടെ പ്രിയങ്കരനായ ആദവനായ അഭിനന്ദനീയമായ
വിപുലമായ രീതിയിൽ ഇത്തരത്തിലൊരു പ്രവർത്തക സംഗമവും അനുമോദന ചടങ്ങും സംഘടിപ്പിക്കാൻ സജീവമായി മുന്നോട്ടിറങ്ങിയ PCFിന്റെ ജില്ലാ സെക്രട്ടറി ശ്രീറാം സാഹിബ്, വേദി ഉപവിഷ്ടരായിട്ടുള്ള എനിക്ക് ഒമ്പതിന്റെ ഉദ്ഘാടനം നിർവഹിച്ച പാർട്ടിയുടെ സംസ്ഥാന വൈസ് ചെയർമാൻ ശ്രീ ശശി മോഹൻജിന, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ജയപ്രവി ദാരിണി, സെക്രട്ടറി അംഗങ്ങളായ മലപ്പുറം ജില്ലാ പ്രസിഡന്റിന്റെ ചുമതലകൾ വഹിക്കുന്ന സക്കീർ മലപ്പരങ്ങാടി, മറ്റൊരു സെക്രട്ടേറിയറ്റ് അംഗം നമ്മുടെ ആരോഗ്യ വേദിയുടെ സംസ്ഥാന കോർഡിനേറ്ററുമായ ഹുസൈൻ സാഹിബ്, വേദിയിൽ ഇരിക്കുന്ന മറ്റു നേതാക്കന്മാരെ, സദസ്സിലുള്ള